Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നത്തിങ്ങിൻ്റെ രണ്ടാമത്തെ ഫോണായ നത്തിങ് ഫോൺ 2 കുറിച്ചാണ്. അപ്പോൾ 2021 നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇറങ്ങിയത് നത്തിങ് ഇയർ 1, പിന്നെ നത്തിങ് ഇയർ 2 ഇറങ്ങി, അവരുടെ ഫസ്റ്റ് ഫോൺ ഇറങ്ങി നത്തിങ് ഫോൺ 1. കഴിഞ്ഞ വർഷം ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ഫോണാണ് നത്തിങ് ഫോൺ 1. കഴിഞ്ഞ ജൂലൈയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ജൂലൈയിൽ അതിൻ്റെ സെക്കൻഡ് വേർഷനായ നത്തിങ് ഫോൺ 2 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, എങ്കിലും ലീക്ഡ് സ്പെസിഫിക്കേഷൻ, അതായത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന സ്പെസിഫിക്കേഷനെ കുറിച്ച് ചെറിയൊരു ധാരണ വന്നത്. ഇൻഫാക്റ്റ് ഡിസൈനും ചെറിയ രീതിയിൽ ലീക്കായിട്ടുണ്ട്. അപ്പോൾ കാര്യമായ ഡിസൈൻ ലാംഗ്വേജിൽ കാര്യമായി ചേഞ്ച് ഇല്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. കാരണം ഏറെക്കുറെ പഴയ ഡിസൈൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നത്തിങ് ഫോൺ 2ൻ്റെ എക്സ്പെക്റ്റഡ് സ്പെക്സ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയ സ്പെക്സ് എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം. എത്രത്തോളം ചേഞ്ചസ് ഉണ്ട് കഴിഞ്ഞ നത്തിങ് ഫോൺ 1 ആയിട്ട് നോക്കുകയാണെങ്കിൽ. കാരണം ഇപ്പോൾ നിങ്ങൾ നത്തിങ് ഫോൺ 1 യൂസർ ആണെങ്കിൽ നത്തിങ് ഫോൺ 1ലേക്ക് ഫോൺ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ബേസിക് സ്പെക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 2ന് ഇപ്പോൾ കിട്ടിയ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചസ് ഫുൾ HD OLED ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൽ കാര്യമായി ചേഞ്ച് ഒന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ OLED ഡിസ്പ്ലേ ആണ്, 120 Hz ഡിസ്പ്ലേ ആണ്. അപ്പോൾ റിഫ്രഷ് റേറ്റ് ആണെങ്കിലും നല്ലൊരു ഡിസ്പ്ലേ ആയിരുന്നു കഴിഞ്ഞ വർഷം നത്തിങ് ഫോൺ 1ൽ. അതേപോലെ തന്നെ നമുക്ക് കിടിലം ഡിസ്പ്ലേ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാൻ ഗോറില്ല ഗ്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിലൊന്നും നമുക്ക് ഡീലിംഗ് ഡിസ്പ്ലേ സൈസ് 6.7 ആണ്, ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ഇനി ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നത്തിങ് ഫോൺ 2ഉം നത്തിങ് ഫോൺ 1ഉമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ മൈനർ ഡിഫറൻസസേ ഉള്ളൂ. പക്ഷേ അത് ആക്ച്വലി രണ്ട് സൈഡ് ബൈ സൈഡ് നമ്മൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും കുറച്ച് ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പോൾ ബാക്ക് പാനലിൽ നമുക്ക് ആ ഒരു ഗ്ലിഫ് LED ലൈറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, അത് ഇത്തവണയും തന്നെ ഉണ്ട്. പ്രോബ്ലി അത് കുറച്ചും കൂടെ റിഫൈൻഡ് ആവാൻ ചാൻസ് ഉണ്ട്, കുറച്ചും കൂടെ ഫംഗ്ഷൻസ് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഇപ്പോൾ ഒരു ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. എങ്കിലും ഡിസൈനിൽ നമുക്ക് കാണാം ചെറിയ ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ട്. വലിയ മേജർ ചേഞ്ചസ് ഒന്നുമില്ല, കാരണം സൈഡ്സ് എല്ലാം തന്നെ കർവ്ഡ് ആണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഫ്രണ്ട് പാനലാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ഡിസൈൻ ലാംഗ്വേജിലും വേറൊരു കാര്യം പറയാനുള്ളത് ബിൽഡ് ക്വാളിറ്റി ഇത്തവണയും തന്നെ അലുമിനിയം ഫ്രെയിമാണ്. അലുമിനിയം ഫ്രെയിമിൽ റീസൈക്കിൾഡ് അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബോക്സ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് പേപ്പർ ആയിരിക്കും, അതിൽ പ്ലാസ്റ്റിക് ഒട്ടും തന്നെ യൂസ് ചെയ്യില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ കാർബൺ ഫുട് പ്രിൻറ്റും റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനും ബാക്കിയുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം വരുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ചിപ്പാണ് വരുന്നത്. ഇത്തവണ അപ് ടു 12 GB റാം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രോബ്ലി 8ഉം 12ഉം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ LPDDR5 റാമും അതേപോലെ തന്നെ UFS 3.1 ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ അതൊക്കെയാണ് ബേസിക് അറിയാൻ കഴിഞ്ഞ സ്പെക്സ്. പിന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ചിപ്പ് വളരെ പവർഫുള്ളാണ്. നമുക്കറിയാം, ഓൾറെഡി അറിയാം OnePlus 11R നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇപ്പോഴത്തെ ലീക്ഡ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത്. നമ്മളൊരു ടെലിഫോട്ടോ ലെൻസ് എക്സ്പെക്ട് ചെയ്തായിരുന്നു, പക്ഷേ ഡ്യുവൽ ക്യാമറ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന സ്പെക്സ് പറയുന്നത്. പ്രോബ്ലി അഗെയിൻ ഒരു 50 MP പ്രൈമറി ക്യാമറ ആവാൻ തന്നെയാണ് ചാൻസ്. പ്രോബ്ലി ക്യാമറ കുറേ കൂടി റിഫൈൻഡ് ആവും, കാരണം കഴിഞ്ഞ വർഷം ഇറങ്ങിയ സമയത്ത് ക്യാമറ അത്രയ്ക്ക് നല്ലതായിരുന്നില്ല. എങ്കിലും മൾട്ടിപ്പിൾ അപ്ഡേറ്റ്സിലൂടെ ക്യാമറ അവർ ഫിക്സ് ചെയ്യുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ ഇത്തവണ നല്ലൊരു ക്യാമറ സെറ്റപ്പും അതേപോലെ ക്യാമറ എക്സ്പീരിയൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ആ ലീക്ഡ് ഇമേജസിനെ കാണാം. LED ഫ്ലാഷ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഡ്യുവൽ LED ഫ്ലാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ചേഞ്ചാണ്. ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ പറയുകയെന്ന് വെച്ചാൽ Android 13 ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും. നത്തിങ്ങിൻ്റെ തന്നെ അവരുടെ OS ആയിരിക്കും. 3 years ഓഫ് Android അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസുമാണ് കൺഫേംഡ് ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതിപ്പോൾ 3 വർഷത്തേക്ക് നമുക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. അതായത് Android 14, 15 and 16 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി ജൂലൈയിൽ ഇറങ്ങുന്ന കാരണം Android 13 തന്നെ ആവുള്ളൂ. പിന്നെ നമുക്ക് കുറേ കസ്റ്റമൈസേഷൻസ് ഒക്കെ എക്സ്പെക്റ്റും ചെയ്യാവുന്നതാണ്. ഈ ബാറ്ററിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4500 ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനൊരു 200 mAh കൂടിയിട്ടുണ്ടെന്ന് പറയാം. 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞ വർഷം 45 watts ആയിരുന്നു ചാർജിങ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. ബണ്ടിൽ ചാർജർ ഇല്ലെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഇത്തവണയും എക്സ്പെക്ട് ചെയ്യാന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രോബ്ലം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല, എങ്കിലും മിനിമം 45 watts ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ ചാർജർ ഇൻക്ലൂഡഡ് അല്ല.
അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞ സ്പെക്സ്. ഇനി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 2 മെയ്ഡ് ഇൻ ഇന്ത്യ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് നല്ലൊരു നേട്ടമാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ ആകുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ് കുറയാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. കാരണം ഇന്ത്യയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ കോസ്റ്റ്, ടാക്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ടാക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നത്തിങ് ഫോൺ 2 മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കൺഫർമേഷനും കിട്ടിയിട്ടുണ്ട്. ഇനി പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു റെഫറൻസ് വാല്യൂ എന്ന് പറയാവുന്നത് OnePlus 11R ആണ്. അത് അറൗണ്ട് 39,999 ആണല്ലോ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഏതാണ്ട് ആ റേഞ്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എനിക്കൊന്ന് 35,000 to 40,000 ആയിരിക്കും ചാൻസ്. ചിലപ്പോൾ അതിലും കുറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയത് അറൗണ്ട് 35 താഴെയാണ്, ജസ്റ്റ് താഴെയായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇത്തവണ കുറച്ചുകൂടെ പവർഫുൾ സ്പെക്സ് ആണല്ലോ, കാരണം സ്നാപ്ഡ്രാഗൺ 7 സീരീസിൽ നിന്ന് 8 സീരീസിലേക്ക് പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 35 നമുക്ക് ബേസ് വേരിയൻറ്റ് പിടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കാനാണ് ചാൻസ്. 35 to 36 അല്ലെങ്കിൽ ആ റേഞ്ചിലായിരിക്കും. ടോപ്പ് ആൻഡ് സ്പെക്സ് പ്രോബബ്ലി ഒരു 39-40 റേഞ്ചിലാവാനാണ് ചാൻസ്. എങ്കിലും ചിലപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യക്ക് ആയിട്ട് ഒരു സർപ്രൈസ് പ്രൈസിങ് ചിലപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ എങ്കിലും നത്തിങ് അവരെ ഫോൺ അത്രയും കോമ്പറ്റീറ്റീവ് പ്രൈസിങ് അല്ല. കാരണം അവർ എക്സ്പീരിയൻസ് ആണ് മാറ്റർ ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, അവർ എക്സ്പീരിയൻസ് ആണ് അവർക്ക് മുൻതൂക്കം കൊടുക്കുന്നത്, അല്ലാണ്ട് പ്രൈസിങ്ങിലോട്ടല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ സ്പെക്സ്. അപ്പോൾ നത്തിങ് ഫോൺ 2 ജൂലൈയിലാണ് ഇറങ്ങുന്നത്. ജസ്റ്റ് ബെയർലി 1 മന്തും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സ്പെക്സ് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഇതിൻ്റെ പ്രൈസ്? നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഫീച്ചേഴ്സ് ഉണ്ടോ ഇതിനകത്ത്? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കമൻസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നത്തിങ് ഫോൺ 2 ഇറങ്ങിയാൽ നമ്മൾ ഡെഫിനറ്റ്ലി അൺബോക്സും ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ ചെയ്യുന്നതാണ്. അതിന് സ്റ്റേ ട്യൂൺ. അതിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.